ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും അഫർമേഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം പോസിറ്റീവ്ലി നടന്നതായിട്ട് പറയുന്നതിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് ആസ്ക് ഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയണം. അതെങ്ങനെയാണ്? ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിൽ അഫർമേഷൻസ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് മണി. ഇപ്പം നമുക്കൊരു ഇത്ര പൈസ ആണ് നമ്മൾ അഫർമേഷൻ എഴുതുന്നത്. ഞാൻ ഇത്ര പൈസ ഏൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഫർമേഷൻസ് എഴുതുന്നത് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ മാസം 1 lakh rupees ഏൺ ചെയ്തു ആൻഡ് ഐ എം ഫീലിംഗ് ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് എന്നായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ആസ്ക് ഫർമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഒരു നിലയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. ഹൗ ഈസിലി ഡിഡ് ഐ ഏൺ 1 lakh rupees ദിസ് മന്ത്? ഐ എം റിയലി സർപ്രൈസ്ഡ്. ഹൗ ഈസിലി ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ ടു ഏൺ ദിസ് മച്ച് മണി. അല്ലെങ്കിൽ ഹൗ എഫേർട്ട്ലെസ്ലി, അല്ലെങ്കിൽ ഹൗ ഹാപ്പിലി, ഹൗ കംഫർട്ടബിളി ഐ ഏൺ ദിസ് മച്ച് മണി ദിസ് മന്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് കുറവാണ്. ഇപ്പം നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു ഫീല് വരില്ല, നമുക്കൊരു ബിലീഫ് വരില്ല. പക്ഷെ നമ്മളൊരു ആസ്ക് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രൂപത്തിൽ, ഹൗ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈ, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ഐ ഡു ടു ഏൺ ദിസ് മച്ച് മണി ദിസ് മന്ത്, ഐ എം റിയലി സർപ്രൈസ്ഡ്, വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഫീൽസ് മോർ നാച്ചുറൽ. എനിവേസ്, എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് യു ഹാവ് ടു ഫീൽ ഇറ്റ്. ബിഫോർ യു മേക്ക് ഇറ്റ് യു ഹാവ് ടു ഫീൽ ഇറ്റ്. ഫേക്ക് ചെയ്യല്ല, യു ഹാവ് ടു ഫീൽ ഇറ്റ്. ഓക്കെ, സോ ഫീൽ ഇറ്റ് ബിഫോർ യു മേക്ക് ഇറ്റ്. റൈറ്റ്? ഇനി എല്ലാവരും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് സബ്ന, ഞാൻ ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.